അപ്പം ഇതേ നമ്മളെ യൂട്യൂബ് ചാനലിലോട്ട് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി വന്നെത്തിയിരിക്കുകയാണ്. എന്നെ വിളിച്ചെടുത്തിട്ട് പ്രതീക്ഷിച്ചില്ലെന്ന്. അല്ല, വീഡിയോ എടുക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അവൾ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു ടെൻഡൻസി. ഇത് എന്നിടും പറ, അതാദ്യം പറ. അങ്ങനെയൊന്നുമില്ല. ആണോ ഗൈസ്? ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഗൈസ്. ഇതിനി എന്നിടുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഔട്ട്ഫിറ്റ് ആണ് ഗൈസ്. ഇതിൻ്റെ വെർത്ത് എന്ന് പറയുമ്പോൾ മറ്റേ സ്റ്റുഡിയോ അവൾ എനിക്കൊരു പൂ കൊണ്ടുവന്നായിരുന്നു. എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് കൊണ്ടുവന്നേ. അതെ ഗൈസ്, ഇത് ഞാൻ മറ്റേ ആ സെക്യൂരിറ്റി അങ്കിളിന്റെ കാല് പിടിച്ചിട്ട് ഞാൻ പറിച്ചെടുത്തയാ ഗൈസ് ഒരു പൂവ് അവിടെ നിന്നത്. അതെ അതെ ഗൈസ്, ആ സെക്യൂരിറ്റിനെ വരെ വളച്ചു എന്നർത്ഥം. സാധാരണ ഞങ്ങൾ ഇന്നും കാണും സെക്യൂരിറ്റി. അങ്ങനെ എൻ്റെ അടുത്തൊന്നും ചിരിക്കാറില്ല. ഇന്ന് ഇവളോട് എന്തൊരു ചിരിയാണെന്നറിയാം മനുഷ്യൻ. നിങ്ങൾ പിന്നെ മൈൻഡ് ചെയ്യാതെ പോകും. ഞാൻ പക്ഷെ അങ്കിളേ ഞാൻ ട്രൈ ചെയ്തിടാ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഒന്ന് പറിച്ചോട്ടെ എന്ന് പറയുമ്പോ ഒന്നോ രണ്ടോ പറിച്ചോളാം. ഞാൻ വേണ്ട, ഒന്ന് മതി. ആളെ അങ്ങനെ പറിച്ചോണ്ട് വന്നെയാണ് കൈസ്. എന്നിട്ട് ഞാൻ കൊടുത്തു. എന്നിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല. ഞാൻ നോക്കിയപ്പോ മറ്റേ സാധനം ശരിയാ ആ സാധനം. അപ്പം നമ്മൾ എവിടെ പോവാണ്? നമ്മളിപ്പോൾ ലുലുവില് പോവാണ് കൈസ്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കറങ്ങി അടിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇത് ഇറങ്ങുന്നു. എല്ലാവരും യൂട്യൂബ് ചാനൽ അതെ, സങ്കടം കൊണ്ട് കൊച്ചിന് സഹിക്കാൻ വയ്യ. എന്നെ ഇതൊന്ന് കാണിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുകയേച്ചി. ഗൈസ്, ഞാൻ സിംഗിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡ് ഇട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് കമ്മിറ്റഡ് ഉള്ള ആൾക്കാരാണ് ഇതിടുന്നതെന്ന്. ഇവിടെ ഒറ്റ ഒരെണ്ണം റെഡ് ഇട്ടിട്ടില്ല ഗൈസ്. ഞാൻ മാത്രം എല്ലാവരും വൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നു. ഞാൻ സിംഗിളാണ്. അതെ അതെ, അവള് സ്വയം പറയുവാണ് അവള് സിംഗിളാണ്. പക്ഷെ എല്ലാവരും വൈറ്റ് ഒക്കെ ഇട്ടിട്ടേക്കുന്നു. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി. അപ്പം അവർക്ക് സിസിലർ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ സിസിലേഴ്സിൻ്റെ കോംബോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു കിട്ടാൻ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരോ സംസാരിച്ചിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു നല്ല ഡേ ആയിരുന്നു. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് പുറത്തുനിന്ന് പോകാണ്ടിരിക്കുമായിരുന്നു. അപ്പം അവളെ കിട്ടിയപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു വീഡിയോ എടുത്തായിരുന്നു ആദ്യം ടേസ്റ്റ് ചെയ്തു. അവളെ ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാ മിനിസോയില്. അല്ലേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഗൈസ്. കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ ഒരു ഇന്റലക്ച്വൽ ലുക്ക് പലർക്കും കിട്ടാറുണ്ട്. ചിലർ കണ്ണിന് ഒരു കുഴപ്പമില്ലെങ്കിലും ഇതിട്ട് നടക്കുന്നുണ്ട്. ചില പിള്ളേരല്ല, ഒരു ബുദ്ധിജീവി സ്റ്റൈൽ കിട്ടാൻ വേണ്ടി ഇതിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾ കുറച്ചൊരു ഉറങ്ങട്ടെ, ക്ഷീണിച്ചു പോയി. നല്ല ശബ്ദം. നീ സുന്ദരിയല്ലേ? ഞാൻ പറയുന്നില്ല കേട്ടോ, ഇറങ്ങിപ്പോകൂ. ഒരു ചെറിയൊരു വിഷമം മുഖത്തുണ്ട്. അത് പോയിട്ട് ഒന്നും നടന്നില്ല. എന്ത് നടക്കാൻ? അവൾ
ആരെങ്കിലും ഒന്ന് വളയ്ക്കാൻ ചുമ്മാ ഗൈസ് എനിക്ക് ആരുടെ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണോ അതിന്, പക്ഷെ തൂമ്പെടുക്കാൻ പോലും കഴിവില്ല. റെഡൊക്കെ ഇട്ട് പുഷ്പിച്ച് വന്നേ ഗൈസ് എന്റെ വിചാരത്തിൽ ഞാൻ വിചാരിച്ചു റെഡൊക്കെ ഇട്ടോണ്ട് പോയാൽ സിംഗിൾ ആന്ന് വിചാരിക്കുന്നു. പിന്നല്ലേ അറിഞ്ഞത് റെഡ് മറ്റേ കമ്മിറ്റഡ് ആയതിന്റെ ഒന്ന് പോണ്ടാരും. ഞാൻ നോക്കിയപ്പോ അവിടെ ഒറ്റ ഒരെണ്ണം റെഡ് ഇല്ല, ഞാൻ മാത്രം. ഇത് ഭയങ്കര ഇതിലൊക്കെ നാണം കിട്ടും. അതുകൊണ്ട് അവളെ ആരും നോക്കിയില്ല ഗൈസ്. ചേട്ടൻ മാത്രം നോക്കിയല്ലേ ലുലുന്ന്. അത് തന്നെ. ആര് ഇതെന്താ നോക്കി ചിരിച്ചില്ല? അത് ഗൈസ് ഞാൻ ചേച്ചിയെ നോക്കി ചിരിച്ച് അങ്ങോട്ട് എന്തോ പറഞ്ഞ് തിരിഞ്ഞപ്പോ ആ ചിരിയിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞപ്പോ വേറൊരു ചേട്ടൻ ചിരിച്ചോണ്ടിരിക്കുന്നു. ചിരി വന്നു. പിന്നെ അങ്ങോട്ട് പോയാൽ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ദേ അവൾ പോവാറായി. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഏട്ടനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഏട്ടന് ഷൂട്ടിൻ്റെ തിരക്കാണ്, ഏട്ടൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ അവൾ താഴേക്ക് പോവാണ്, ഞാൻ അവളെ താഴോട്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദേ ഊബർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റായി, ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു ദിവസം പോലായിരുന്നു ഇന്ന്. കുറേ നേരം സംസാരിച്ചു. അവളുടെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടാണ് അവൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരാളുള്ള പോലെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഡേ ആണ്. അപ്പോൾ താങ്ക് യു.